നമസ്കാരം. വർഷങ്ങളായി അഭിനയ രംഗത്ത് തുടരുന്ന മഞ്ജു പിള്ളയ്ക്ക് സിനിമാ രംഗത്തും ടെലിവിഷൻ രംഗത്തും ഒരുപോലെ തിളങ്ങാൻ സാധിച്ചിട്ടുണ്ട്. അന്നും ഇന്നും മഞ്ജു പിള്ള പ്രേക്ഷകർക്ക് പ്രിയങ്കരി തന്നെയാണ്. കരിയറിലെ തുടക്കകാലത്ത് തന്നെ പ്രഗത്ഭ സംവിധായകർക്കൊപ്പം മഞ്ജു പിള്ള പ്രവർത്തിക്കുകയും ചെയ്തു. അമ്മയായ ശേഷം നടി വർഷങ്ങളോളം സിനിമാ രംഗത്ത് നിന്നും മാറി നിന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി സിനിമാ രംഗത്ത് വീണ്ടും സജീവമായിക്കൊണ്ടിരിക്കുകയാണ്. ഹോമാണ് തിരിച്ചുവരവിൽ മഞ്ജു പിള്ളയ്ക്ക് കരിയറിൽ വഴിത്തിരിവായത്. ഇതിനിടെ നടിയുടെ സ്വകാര്യ ജീവിതത്തിലും മാറ്റങ്ങൾ വന്നു. ഭർത്താവായിരുന്ന സുജിത് വാസുദേവുമായി മഞ്ജു പിള്ള പിരിയുകയും ചെയ്തു. പ്രണയിച്ച് വിവാഹം ചെയ്തവരായിരുന്നു ഇവർ. 24 വർഷം നീണ്ട വിവാഹ ജീവിതമാണ് ഇരുവരും അവസാനിപ്പിച്ചത്. പിരിഞ്ഞതിനെക്കുറിച്ച് ആദ്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നു സംസാരിച്ചത് സുജിത് വാസുദേവാണ്. പിന്നീടാണ് ചില അഭിമുഖങ്ങളിൽ മഞ്ജു പിള്ളയും ഇക്കാര്യം പറഞ്ഞത്. മകൾ ദയാ സുജിത്ത് രണ്ടുപേരുടെയും തീരുമാനത്തിൽ ഒപ്പം നിൽക്കുകയായിരുന്നു. സുജിത് വാസുദേവുമായി പിരിഞ്ഞതിനെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണിപ്പോൾ മഞ്ജു പിള്ള. പ്രശ്നങ്ങളില്ലാത്ത കുടുംബമില്ല. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ അത് പരിഹരിച്ചു പോകും, ചിലത് പരിഹരിക്കപ്പെടില്ല. ഇപ്പോൾ രണ്ടുപേരും ഹാപ്പിയായി സന്തോഷത്തോടെ കൈ കൊടുത്തു പിരിഞ്ഞു. ഞങ്ങൾ ഫോൺ ചെയ്ത് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തത് സുജിത് എന്ന വ്യക്തിയെ ബഹുമാനിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതേക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. വീണ്ടും വലിച്ചു കീറേണ്ട ആവശ്യമില്ല. ഞാൻ അദ്ദേഹത്തെ വളരെയധികം ബഹുമാനിക്കുന്നു. കരുത്ത് എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. അച്ഛനും അമ്മയും സഹോദരനും മോളും സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. വളരെ അടുത്ത സുഹൃത്തുക്കൾ എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എന്തും ചെയ്യാൻ റെഡിയായ കുറച്ച് സുഹൃത്തുക്കളുമുണ്ട്. എല്ലാവരിലും കരുത്തുണ്ട്. ചില സമയത്ത് നമ്മളെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ ആൾക്കാരുള്ളതുകൊണ്ട് ആ ഘട്ടം അതിജീവിച്ചു. സങ്കടം ഉണ്ടാകും. മകൾ ഉള്ളതുകൊണ്ട് പിരിയുന്നത് ഒരിക്കലും ട്രോമയായിട്ടില്ല. അവൾ വളരെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്നെയും സുജിത്തിനെയും ഒരുപോലെ സ്നേഹിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മകളാണ് ഞങ്ങൾക്ക്. എനിക്ക് രണ്ടുപേരും വേണമെന്ന് അവൾ തന്നെയാണ് പറഞ്ഞത്. മോളുടെ സന്തോഷം എന്നതിനപ്പുറത്തേക്ക് ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ സന്തോഷവും വേണ്ടേ എന്ന് സുജിത്ത് പറഞ്ഞിട്ടുണ്ട്. മകൾക്ക് വേർപിരിയൽ പ്രശ്നം വരുന്നില്ല. ഞങ്ങളുടെ മകളെക്കുറിച്ച് ഞാൻ വളരെ അഭിമാനമാണ്. തന്നെയും സുജിത്തിനെയും ഒന്നിപ്പിക്കുന്ന ഘടകം മകളെന്ന് മഞ്ജുപിള്ള സമ്മതിക്കുന്നുണ്ട്. എൻ്റെ മകളുടെ അച്ഛനാണ്, എനിക്കത് മറക്കാൻ പറ്റില്ല. തിരിച്ച് സുജിത്തും എനിക്ക് ആ ബഹുമാനം തരുന്നുണ്ട്. ഒരിക്കലും ഞങ്ങൾ അടിച്ചു പിരിഞ്ഞതല്ല. ഇപ്പോഴും ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. കോമൺ ഫ്രണ്ട്സ് ഇപ്പോഴുമുണ്ട്. ഫാമിലി വളരെ അടുപ്പമാണ്. എൻ്റെ അമ്മയും സുജിത്തിൻ്റെ അമ്മയും ഇപ്പോഴും ആഴ്ചയിൽ ഒരിക്കൽ ഫോൺ ചെയ്യും. താൻ ദിവസേന എന്നോണം വിളിക്കാറുണ്ടെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി. പിന്നെ എന്തിന് പിരിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ അത് ഞങ്ങളുടെ പേഴ്സണൽ കാര്യമാണെന്നാണ് മഞ്ജുപിള്ള നൽകിയ മറുപടി. എനിക്കെന്ന് പറഞ്ഞ് ഒരു പേഴ്സണൽ ലൈഫ് എനിക്ക് വേണ്ട, സുജിത്തിനും വേണ്ട. പിരിഞ്ഞതിന് കാരണം പേഴ്സണലാണ്. വീട്ടുകാരോട് പറയാത്തത് പോലും ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പറയും. ഫ്രണ്ട്സിനോട് പോലും പറയാത്ത ചിലത് ഉള്ളിലുണ്ടാകും. എനിക്കേ അറിയുള്ളൂ എല്ലാം എന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി. സുജിത്ത് വാസുദേവൻ്റെ സിനിമാറ്റോഗ്രാഫി കരിയറിനെ കുറിച്ചും മഞ്ജുപിള്ള തുറന്ന് സംസാരിച്ചിരുന്നു. സുജിത്ത് ഒരു വലിയ ക്യാമറാമാൻ ആകണം എന്ന് ഒരു കലാകാരി എന്ന നിലയിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്. ഭാര്യയായിരുന്നപ്പോഴും ഒരുപാട് ആഗ്രഹിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. കുടുംബജീവിതത്തേക്കാൾ പ്രിയം സുജിത്തിന് സിനിമാ ജീവിതം ആയിരുന്നെന്നും മഞ്ജുപിള്ള പറയുന്നുണ്ട്. ആദ്യം ക്യാമറാമാൻ, പിന്നെ ഭർത്താവ്, പിന്നെ അച്ഛൻ എന്നാണ് സുജിത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നത്. ക്യാമറ എന്നത് പുള്ളിയുടെ ശ്വാസമാണ്. അത് വിട്ടിട്ട് ഒരു കളിയും സുജിത്തിനില്ലെന്നും മഞ്ജുപിള്ള വ്യക്തമാക്കി. നേരത്തെ സുജിത്തും മഞ്ജുപിള്ളയെക്കുറിച്ച് സംസാരിച്ചിരുന്നു. സുജിത്ത് സംവിധാനം ചെയ്ത സിനിമയാണ് ജെയിംസ് ആൻഡ് ആലീസ്. ദമ്പതികൾ തമ്മിലുണ്ടായ പ്രശ്നം വിവാഹമോചനത്തിൻ്റെ വക്കിലെത്തുന്നതാണ് സിനിമയുടെ പ്രമേയം. ഈ സിനിമയിൽ സംഭവിച്ചത് തന്നെയാണോ ജീവിതത്തിലും സംഭവിച്ചതെന്ന് ഒരു അഭിമുഖത്തിൽ ചോദ്യം വന്നു. അല്ലെന്നായിരുന്നു സുജിത്തിൻ്റെ മറുപടി. കഴിഞ്ഞ 2-3 വർഷമായി ഞാനും മഞ്ജുവും വേർപിരിഞ്ഞ് താമസിക്കുകയാണ്. കഴിഞ്ഞ വർഷം വിവാഹമോചനവും നേടി. സിനിമയിലേതുപോലെ സംഭവിച്ചിരുന്നെങ്കിൽ നേരെ മറിച്ചായേനെ. സിനിമയും ജീവിതവും വ്യത്യസ്തമാണ്. സിനിമയെ മാത്രം കാണണമെന്നും സുജിത്ത് അന്ന് വ്യക്തമാക്കിയിരുന്നു.